ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു സിനിമയുണ്ടല്ലോ, സിനിമയുടെ ആരംഭത്തിൽ ഒരാൾ കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഇയാളുടെ ചുറ്റും ആയിരക്കണക്കിന് ശവങ്ങളാണ്. എന്നാൽ ഇയാൾക്ക് പോലും അറിയില്ല ഇയാൾ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു, എന്തിനിങ്ങോട്ടേക്ക് വന്നു. എല്ലാത്തിനും പുറമെ ആരാണ് ഞാൻ, എന്റെ പേരെന്താണ് എന്ന് പോലും ഇയാൾക്ക് ഓർമ്മയില്ല. പക്ഷേ കാണാൻ കഴിയുന്നത് ഒരുപാടധികം ശവശരീരങ്ങൾ മാത്രം. പിന്നീട് രക്ഷപ്പെട്ട് മുകളിലേക്ക് വന്നപ്പോൾ വേറെയും ഒരു 4-5 പേരെ കാണുന്നുണ്ട്. എന്നാൽ ഇവർക്കും അറിയില്ല ഇവരുടെ പേരെന്താ, ഇവരെങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന്, ഇവരൊക്കെ ആരാ. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഇവർ ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നറിയോ? അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ പല ഭാഗത്തായിട്ട് ഓരോ മനുഷ്യരെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവരുടെ ഒന്നും തലകളുടെ മുകൾ ഭാഗം ഇല്ല. മുകൾ ഭാഗം തുറന്ന് അതിന്റെ ഉള്ളിലെ തലച്ചോറ് എടുത്തിട്ടുണ്ട്. സോ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. കഥയിലൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പിന്നെ കഥ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നല്ല ചുമയും ജലദോഷവും കടപ്പൊക്കെയാണ്. ശബ്ദം ആകെ മാറി നിൽക്കുകയാണ്. നാക്കെല്ലാം നന്നായിട്ട് ഉളുക്കുന്നുണ്ട്. ചില വാക്കുകളൊക്കെ പറയുമ്പോൾ നാക്കിങ്ങനെ ഒളുക്കി പോകും. അപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരാളെ കാണിക്കുന്നുണ്ട്. ഇയാൾക്ക് അറിയില്ല ഇയാൾ എങ്ങനെയാണ് ഇവിടെ വന്ന് വീണത് എന്ന്. ചുറ്റും വല്ലാത്തൊരു ഇരുട്ടാണ്. ഒരു കാര്യം ഇയാൾക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇയാള് ചുറ്റും നോക്കുന്ന സമയത്ത് ഇയാളുടെ ദേഹത്തിനെ തൊട്ടപ്പോ കീശയിൽ എന്തോ ഉണ്ട്. കൈയിട്ട് നോക്കിയപ്പോ അതൊരു ലൈറ്ററും അതുപോലെ തന്നെ ഒരു ചാവിയാണ്. വേഗം തന്നെ ആ ലൈറ്റർ കത്തിച്ച് നോക്കുകയാണ്. അപ്പൊ ചെറിയൊരു വെട്ടം വന്നല്ലോ. ആ വെട്ടത്തിൽ നോക്കുമ്പോൾ കയ്യിലും കാലിലൊക്കെ മുറിയായിട്ടുണ്ട്. എങ്ങനെ ഈ മുറി വന്നു എന്ന് പോലും ഇയാൾക്ക് ഓർമ്മയില്ല. പിന്നീട് ആ നേരിയ വെട്ടത്തില് അയാൾ വീണിരിക്കുന്ന ആ ഒരു കുഴിയുണ്ടല്ലോ, അതിന് ചുറ്റുഭാഗത്തേക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും ഭയന്ന് വിറച്ചുപോയി. കാരണം ആ കുഴിയിൽ നിറയെ ശവങ്ങളാണ്. വെറുതെ ശവങ്ങൾ അങ്ങനെ കിടക്കുകയല്ല, ഇതെല്ലാം വളരെ ബ്രൂട്ടലായ രീതിയിൽ അങ്ങനെ അറ്റുപോയിട്ടുണ്ട്. കൈയും കാലും തലയൊക്കെ ആയിട്ട്. ഇത് കണ്ട് ഭയന്നു പോയി ഈ മനുഷ്യനാണെങ്കിൽ ഉറക്കനെ നിലവിളിക്കുകയാണ്, ആരുടെങ്കിലും സഹായം കിട്ടുമോ നോക്കാൻ വേണ്ടി. അപ്പോഴുണ്ട് മുകളിൽ നിന്ന് ഒരു പെൺകുട്ടി ഇയാൾ അങ്ങനെ നോക്കും. ആ പെൺകുട്ടിയെ കണ്ട പാട് തന്നെ ഈ മനുഷ്യൻ അവളോട് സഹായം ചോദിക്കുന്നുണ്ട്. നേരെ ആ ഒരു ചുമരിനോട് അരികിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. ഇതേ നേരം അവിടെ നിലത്ത് വീണെടുക്കുന്ന ഒരു ഗണ്ണും ഇയാളുടെ കയ്യിൽ കിട്ടുകയാണ്. ഇപ്പൊ മുകളിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി താഴേക്ക് കയറിട്ട് കൊടുത്തു. ആ കയറ് വഴി ഇയാൾ മുകളിലേക്ക് കയറി വന്നു. അങ്ങനെ കുഴിയുടെ മുകളിലേക്ക് എത്തിയ സമയത്ത് രാത്രിയാണ്, നല്ല മഴയുണ്ട്, ഇടി മിന്നലെല്ലാം ഉണ്ട്. പിന്നീട് ആ ഒരു കാട്ടിലൂടെ ഇയാൾ അങ്ങനെ നടക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. വെളിച്ചവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോ അതിനുള്ളിൽ ആളുണ്ടാവുമല്ലോ. നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ഇയാൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉള്ളിൽ നിന്നും ചില സംസാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഉള്ളിൽ ആളുണ്ട്. പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് നേരത്തെ കുഴിയിൽ നിന്നും ഒരു ഗണ്ണ് കിട്ടിയായിരുന്നല്ലോ, ആ ഗണ്ണുമായിട്ട് നേരെ ഇയാൾ ആ റൂമിലേക്ക് വന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 4-5 പേരുണ്ടായിരുന്നു. ഇവർക്ക് നേരെ ഈ ഗണ്ണ് ചൂണ്ടുകയാണ്. അതിനുള്ളിലുണ്ടായിരുന്ന ഒരു 4-5 പേരുണ്ടല്ലോ, അതിൽ ഒരാളുടെ കയ്യിലും ഗണ്ണുണ്ടായിരുന്നു. പരസ്പരം ഗണ്ണ് ചൂണ്ടി അവരങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ ആരാ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആ കുഴിയിൽ കിടക്കുന്ന ഡെഡ് ബോഡി അവരൊക്കെ കൊന്നത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് ഇവര് ചോദിക്കുന്നത് അത് ചെയ്ത് നീയല്ലേ. എന്നാൽ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയല്ലാതെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ആ ഒരു കുഴിയിൽ നിന്ന് വന്നാണ്, എന്നെ രക്ഷപ്പെടുത്തിയത് ആ കൂട്ടത്തിൽ ഒരു ചൈനക്കാരിയുണ്ട്, അവൾ ഇവിടെ തന്നെ ഉണ്ട്, ആ പെണ്ണാണെന്ന് പറയാണ്. ഇതിനിടയിൽ കൂട്ടത്തിൽ ഒരാൾക്ക് തല കറങ്ങി നിലത്തേക്ക് വീഴുന്നുണ്ട്. ആ സമയത്ത് മറ്റൊരു ലേഡി പറയുന്നുണ്ട്, നിങ്ങളിപ്പോ വന്നില്ലേ, അതുപോലെ തന്നെയാണ് ഞങ്ങൾ ആ ഒരു കുഴിയുടെ പുറത്തേക്ക് വന്നത്, എന്താ നിങ്ങളുടെ പേര് ചോദിക്കുമ്പോൾ ഓർമ്മയില്ല എന്ന് പറയണം നമ്മുടെ ഹീറോ. അതേ അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും, ആർക്കും ഒന്നും ഓർമ്മയില്ല. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും കീശയിൽ അവരുടെ പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ആ ID കാർഡ് വേഗം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അത് വെച്ച് ഓരോ ആൾക്കാരുടെയും പേര് ഇവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ചൈനക്കാരി, തൽക്കാലം നമുക്ക് അവളെ ചൈനക്കാരി എന്ന് വിളിക്കാം. പിന്നെ നമ്മുടെ ഹീറോ, പിന്നെ ആ ഒരു കൂട്ടത്തിൽ ലൂക്കാസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, മൈക്കിൾ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, നെയ്ത് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, പിന്നെ വേറൊരു ലേഡി കൂടെ ഉണ്ട്. അവളുടെ പേര് ഷാരോൺ എന്നാണ്. ഓരോരുത്തരായിട്ട് വിശദമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം. അപ്പൊ ഈ ഒരു സമയത്ത് മറ്റേ ഒരു ചൈനക്കാരി ഉണ്ടല്ലോ, അവളൊരു പേപ്പറിൽ ചൈനീസിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾക്കും ഒരു തേങ്ങ ഓർമ്മയില്ല. പക്ഷെ എല്ലാവരെക്കാളും മുന്നേ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഒരു ചൈനക്കാരിയാണെന്ന് ഇവർക്ക് മനസ്സിലായി തോന്നുന്നു. പക്ഷെ ഇവര് പറയുന്നത് അവൾക്കും മനസ്സിലാവുന്നില്ല, അതുപോലെ ചൈനക്കാരി പറയുന്നത് ഇവർക്കും മനസ്സിലാവുന്നില്ല. രണ്ടും രണ്ട് ഭാഷയാണ്. ഇതേ സമയം തന്നെ ഈ കൂട്ടത്തിലെ നമ്മുടെ ഹീറോ അതുപോലെ ലൂക്കാസ്, അതായത് ഹീറോ വന്ന സമയത്ത് അവന് നേരെ ഗണ്ണ് ചൂണ്ടിയ ആള്, രണ്ടുപേരും ഒരു കാരണവശാലും ഒക്കാത്ത രണ്ട് ദിശയിൽ നിൽക്കുന്ന ആളാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ഹീറോയോട് ലൂക്കാസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ലൂക്കാസിനോട് ഹീറോയും പറയുന്നുണ്ട്, നിന്നെ നല്ല നിന്റെ കൂട്ടത്തിലുള്ള ഒരാളെ പോലും ഞാനും വിശ്വസിക്കില്ല. ശരിക്കും ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നതല്ലേ? ഇതിനിടയിൽ ആ ചൈനക്കാരി വന്നിട്ട് അവളുടെ കയ്യിൽ ഒരു പാടുണ്ടായിരുന്നു. അതേ പാട് തന്നെ ലൂക്കാസിന്റെ കയ്യിലുണ്ട്. ഇതെന്താ എന്ന രീതിയിൽ അവളിങ്ങനെ ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് വിശദമായിട്ട് സംസാരിക്കണമെങ്കിൽ ആ ഭാഷ അറിയണമല്ലോ. ഭാഷ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതേ സമയം ആ വീട്ടിൽ മുഴുവൻ എന്താ ഉള്ളതെന്ന് പരിശോധിക്കാൻ വേണ്ടി ഹീറോ മുഴുവനായിട്ട് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കലണ്ടർ കാണുകയാണ്. അതിലെന്തോ ചൈനീസ് ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ചൈനക്കാരിനെ വിളിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഈ നേരം ആരൊരാൾ വന്നിട്ട് കഥക് തട്ടുന്നുണ്ട്. ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് പോണ്. എന്നാൽ ആ കലണ്ടറിൽ 18-ാം തീയതിയോ അങ്ങനെ ഏതൊരു ഡേറ്റിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ താഴേന്ന് ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, അയാൾ ഒരു റൂമിൽ കുറെ അധികം ഗണ്ണ് കണ്ടിട്ട് അത് കാണിച്ചു കൊടുക്കാനാണ് ഇവർ വിളിച്ചത് കേട്ടോ. മൈക്കിളാണ് വിളിച്ചത്. ഇതേ നേരം ഷാരോന്റെ കയ്യിലൊരു മരുന്നുണ്ട്. ആ മരുന്നുമായിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്
നിന്റെ കയ്യിൽ കുറെ മുറിവില്ലേ, ഇതെന്തായാലും ഒന്ന് പുരട്ടിയേക്ക്, നല്ലതാന്ന് പറയാണ്. അങ്ങനെ ആ മരുന്നുമായിട്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. നന്നായിട്ട് ശരീരമൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒന്ന് കുളിക്കുകയാണ് കേട്ടോ. ആ കുളിക്കുന്ന സമയത്തും അവന്റെ ഉള്ളിൽ തന്നെ അവൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, ഇവിടെ എന്ത് ഈ സംഭവിക്കുന്നത്, ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു. വീണ്ടും വീണ്ടും ആ ഒരു ചോദ്യം തന്നെ മനസ്സിന്റെ ഉള്ളിൽ. ഒരു കാര്യം ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അത്രയും ക്ലിയർ ആയി കിടക്കുകയാണ്. ഈ സമയത്ത് ലൂക്കാസും ബാക്കിയുള്ള എല്ലാവരും പുറത്തു പോയിട്ട് സംസാരിക്കുന്നത് കേട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വന്ന് നോക്കുമ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ചൈനക്കാരി ഉണ്ടല്ലോ, അവൾ ആ ഒരു കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവളെ തേടി പോകണം, ആരെങ്കിലും എന്റെ കൂടെ വരണം എന്ന് പറയാണ് നമ്മുടെ ഹീറോ. അതുപോലെ തന്നെ ഷാരൂൺ ഇവരിപ്പോ ലൂക്കാസിന്റെ കൂടെ പോവാണ്. അതുപോലെ തന്നെ ഈ വീട്ടിൽ കാവലിനായിട്ട് മൈക്കിളിനെയും നേതനെയും നിർത്തുന്നുണ്ട്. എന്തോ ഒരു ലീഡറിനെ പോലെയാണ് ലൂക്കാസ് ശരിക്കും ഇപ്പൊ പെരുമാറുന്നത്. ഇതിനുശേഷം തോക്കും ഗണ്ണും ടോർച്ചൊക്കെ ആയിട്ട് ഇവർ നേരെ ആ ഒരു കാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കാട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അവനൊരു തോന്നൽ വരികയാണ്, ഇതേ വഴിയിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. വെറുതെ അല്ല, ഒരു പെൺകുട്ടിയെ വലിച്ചുകൊണ്ടാണ് അവൻ പോയത്. ആ പെൺകുട്ടിയുടെ പുറത്തായിട്ട് ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ഇവന്റെ ഓർമ്മയിൽ ഈ ഒരു കാര്യം ഇങ്ങനെ മിന്നി മറിയുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് വേറൊന്നും ഓർമ്മയില്ല. പക്ഷേ ഈ കാര്യമൊന്നും ആരോടും പറയുന്നില്ല. ഇതേ നേരം ഇവിടെ നന്നായിട്ട് നാറിക്കൊണ്ടിരിക്കുകയാണ്, വല്ലാത്തൊരു ദുർഗന്ധം. അങ്ങനെ ഇവർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു മരത്തിൽ ഒരാളെ കൊന്ന് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇയാളുടെ തലയുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പൊളന്ന് കെടുക്കുകയാണ്, തലച്ചോറൊന്നുമില്ല. ഇവരിത് കണ്ട് പേടിച്ച് വേഗം തന്നെ അവിടുന്ന് തിരിഞ്ഞോടുകയാണ്. ഇതേ സമയത്ത് തന്നെ മൈക്കിളിനെയും നേതനെയും കാണിക്കുന്നുണ്ട്. ഇപ്പൊ നേതന് അവിടെയുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ വേറെ ഏതൊക്കെയോ ലാംഗ്വേജ് ആണത്, അതൊക്കെ അവന് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് വായിക്കാൻ പറ്റുന്നത്, അതായത് ഇവരാരായിരുന്നു എന്ന് ഇവർക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ. അതുപോലെ തന്നെ മൈക്കിൾ പറയണേ, എനിക്ക് ഈ ഗണ്ണൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ ഇനി ഒരു പോലീസുകാരനായിരിക്കും. ഇതിനുശേഷം വീണ്ടും ലൂക്കാസിന് നമ്മുടെ ഹീറോ ഷാരോൺ ഇവരെ കാണിക്കുകയാണ്. ഇവർ ആ ഒരു കാട്ടിലൂടെ പോകുന്ന സമയത്ത് വീണ്ടും മറ്റൊരു കാഴ്ച കാണുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട മരത്തിന്റെ ഒരു വീട്. ടോർച്ച് അടിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇവർ തേടി വന്ന ഒരു ചൈനക്കാരി അതിന്റെ ഉള്ളിലുണ്ട്. അവളുടെ കൂടെ തന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ ഒരു കണ്ണെല്ലാം ആകെ പൊട്ടിക്കെടുക്കുകയാണ്. അവൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചൈനക്കാരി. എന്നാൽ ഇവരെ കണ്ടപാട് തന്നെ ആ കണ്ണ് കാണാത്ത പെൺകുട്ടി വേഗം അവിടെ ഒളിച്ചിരിക്കുകയാണ്. അതായത് ഇവരെ കണ്ട് ഭയന്നിരിക്കുകയാണ് അവള്. പിന്നീട് ആ വീടിന്റെ മുകൾ ഭാഗം പരിശോധിച്ച സമയത്ത് ഒരു CCTV കാണുന്നുണ്ട്. അതിനർത്ഥം ഇത് ഉപയോഗിച്ച് ഇവരാരോ നിരീക്ഷിക്കുന്നുണ്ട് എന്നല്ലേ. വേഗം തന്നെ അത് എവിടെ നിന്നാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ലൂക്കാസ് പറയണേ, എന്തായാലും ഈ രാത്രിയിൽ വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഈ ചൈനക്കാരിനെയും കൂട്ടി ഇവർ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. അവിടെ എത്തിയ സമയത്ത് നമ്മുടെ നേതൻ ഉണ്ടല്ലോ, ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, എടാ ഞാൻ നിന്റെ കൂടെ ഇടപഴകിയതുപോലെ, നിന്റെ കൂടെ എന്തൊക്കെയോ ചെയ്തതുപോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. അതായത് നമ്മൾ രണ്ടുപേരും കൂട്ടുകാരായിരുന്നിട്ടുണ്ടാവോ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഹീറോ പറയണ, ആകെ മൈൻഡ് കൊളാപ്സ് ആയി കിടക്കുകയാണ്, ഒന്നും ഓർമ്മയില്ല, ഇതിനിടക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയിട്ട് വരല്ലേ നീ, ഇപ്പൊ പോയി കിടന്നുറങ്ങിക്കോ, നാളെ രാവിലെ നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. എല്ലാവരും ഇന്നലെ നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ ആ CCTV അത് എവിടെ നിന്നാ നിയന്ത്രിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ ചൈനക്കാരി അതുപോലെ തന്നെ ഈ മൈക്കിൾ രണ്ടുപേരോടും ഇവിടെ നിൽക്കാൻ പറയണം. ബാക്കിയുള്ള 4 പേര് കാട്ടിലേക്ക് പോയിട്ട് അത് അന്വേഷിക്കും. എന്നാൽ അവിടെ വെച്ച് മൈക്കിൾ ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സാധനം മേലേക്കിട്ട് ഒരൊറ്റ ഷൂട്ട് ചെയ്യലാണ്, എനിക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാറി, അപ്പൊ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം, അത് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണെന്ന് പറയണം. ഇത് കണ്ട് ലൂക്കാസിന് എന്തിനാണെന്നറിയില്ല ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയാണ്. അവനും വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്, അതായത് മൈക്കിളിനെ. അങ്ങോട്ടും ഇങ്ങോട്ടും മടിയാവും എന്ന് കണ്ടപ്പോൾ വേഗം ഷാരോണി ചെന്ന് അവനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട്, തൽക്കാലം നീ ഇവിടെ നിൽക്ക്, ഈ ചൈനക്കാരി അവൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അവൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നീ ഇവിടെ നിൽക്ക്. ഇതിനുശേഷം ഇവര് 4 പേരും ഹീറോ, ലൂക്കാസ്, നേതൻ, ഷാരോൺ 4 പേരും ആ ഒരു കാട്ടിലേക്ക് വീണ്ടും പോവാണ്. പകൽ വെളിച്ചത്തിൽ നല്ല വ്യക്തമായിട്ട് തന്നെ പല കാര്യങ്ങളും ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല മരത്തിലും വളരെ ബ്രൂട്ടലായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ, എന്നാൽ ഒന്നിനും തലച്ചോറില്ലാന്ന്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ചൈനക്കാരിനെയും മൈക്കിളിനെയും കാണിക്കുകയാണ്. മൈക്കിളിന് ഇപ്പൊ എന്തോ ഒരു സംശയം പോലെ, എടോ ചൈനക്കാരി നിന്നെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇനി നീ എങ്ങാനും എന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കോ. ഇവനെന്തോ ഉടായ്പ് കാണിക്കാൻ തോന്നിയിട്ട് ചൈനക്കാരി നൈസായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇതേ നേരം പുറത്തുനിന്നൊരു ശബ്ദം കേട്ട് വേഗം തന്നെ മൈക്കിള് ഗണ്ണെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തോ ആയുധം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തോന്നുന്നു. ഇതേ സമയം കാടിന്റെ മറ്റൊരു ഭാഗത്തോടെ നമ്മുടെ മറ്റേ ടീം ഉണ്ടല്ലോ, അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നേതൻ ഒരു തമാശയ്ക്ക് ഒരു കല്ലെടുത്ത് ഒരു ഭാഗത്തേക്ക് എറിയുന്നുണ്ട്. ഇത് എറിഞ്ഞ പാട് തന്നെ ഒരു ഇരുമ്പിൽ ചെന്ന് അടിച്ചതുപോലെ ഒരു ഒച്ച ഇവർ കേൾക്കുന്നുണ്ട്. ഒരു കുറ്റിക്കാടാണത്. വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് അതെന്താണെന്ന് ഇവർ നോക്കുകയാണ്. നോക്കുമ്പോൾ പഴയ 2 കാറുകളായിരുന്നു. ഈ കാറിന്റെ ചാവി നമ്മുടെ ഷാരോന്റെ കീശയിലുണ്ടായിരുന്നു. ഇപ്പൊ മൈക്കിളിനെ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് അവൻ പോയാലോ ഗണ്ണുകൊണ്ട്. അപ്പൊ ഈ മുള്ളുകമ്പിയിൽ ഒരാൾ അങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്, രക്തത്തിൽ കുളിച്ചുകൊണ്ട്. മൈക്കിളെ കണ്ട പാട് തന്നെ ഇയാൾ സഹായിക്കണേന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പൊ പാവം തോന്നി മൈക്കിൾ ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ മൈക്കിളിനെ തൊട്ടടുത്ത് കിട്ടിയ സമയത്ത് ഇവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുകയാണ് കേട്ടോ. ആ മുള്ളുകമ്പി എടുത്ത് അവന്റെ കഴുത്തിൽ ചുറ്റി ഒരൊറ്റ വരയിലാണ്. മാത്രമല്ല ഷാർപ്പായിട്ടുള്ള ഒരു കമ്പെടുത്ത് അവന്റെ കഴുത്തിലിട്ട് കുത്തുന്നുണ്ട്. രക്തം പോയി നിലത്ത് വീണ മൈക്കിൾ ഇപ്പൊ പിടഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ കരഞ്ഞോണ്ടിരുന്ന ആളുണ്ടല്ലോ, അവൻ വീണ്ടും കിടന്ന് കരയാൻ തുടങ്ങാണ്. അയ്യോ ഓടി വരണേ, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട്. ഇതേ സമയം നമ്മുടെ മറ്റേ ടീമിന് അവർക്ക് 2 കാറ് കിട്ടിയായിരുന്നല്ലോ, പക്ഷെ അതിൽ ഒന്നിൽ മാത്രമേ എണ്ണയുള്ളൂ. അപ്പൊ ആ ഒരു കാറിലേക്ക് ഇവർ പോയി നോക്കുമ്പോൾ ഒരു ഫോട്ടോ കിട്ടുകയാണ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ആ ഫോട്ടോയിൽ ആരൊക്കെ ഉണ്ട്? ലൂക്കാസ് ഉണ്ട്, മൈക്കിൾ ഉണ്ട്, നേതൻ ഉണ്ട്, ഷാരോൺ ഉണ്ട്, പിന്നെ ഒരു ചൈനക്കാരി ഉണ്ട്. എന്നാൽ ഇതിൽ നമ്മുടെ ഹീറോ മാത്രമില്ല. ഇത് കണ്ടപ്പോൾ ലൂക്കാസ് പറയാണ്, കണ്ടോ ഞങ്ങൾ എല്ലാവരും ഇതിലുണ്ട്, പക്ഷെ നീയില്ല. അതിനർത്ഥം ഞങ്ങൾ എല്ലാവരും നേരത്തെ അറിയുന്നവരാണ്, നീ പുറത്തുനിന്ന് വന്ന ആളാണ്. എന്നാൽ ഹീറോ ഇവിടെ വെച്ച് ലോജിക്കായിട്ടൊരു കാര്യം പറയാണ്, നിങ്ങൾ 5 പേര് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ആരായിരിക്കും എടുത്തു തന്നിട്ടുണ്ടാവുക? മിക്കവാറും അത് ഞാനായിരിക്കണം. ഇവിടെ വെച്ച് ലൂക്കാസിന്
ഷാരൂണിന് ഒന്നും അങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ലാന്നേ. ഇനി എന്തായാലും അധിക നേരം ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ ആ ചൈനക്കാരി ഉണ്ടല്ലോ വളരെ പേടിച്ച് വിറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓട്ടി വരികയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇവള് നേരെ ഇവരെല്ലാവരും വിളിച്ചുകൊണ്ട് നേരെ പോകുന്നത് മൈക്കിളിന്റെ അടുത്തേക്കാണ്. രക്തമെല്ലാം പോയിട്ട് അവനങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ആ വിചിത്രമായിട്ട് തോന്നുന്ന മനുഷ്യൻ ആ ഒരു മുള്ളുകമ്പിയിൽ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്ത രീതിയിൽ ഇവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കുറെ നേരം ക്ഷമിച്ച് നിൽക്കാൻ പറ്റിയില്ല. കയ്യിലൊരു ഗണ്ണുണ്ടല്ലോ, ഇത് വെച്ച് ഇവനെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. എന്നാൽ ഇത് ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ ഹീറോയുടെ ഉള്ളിൽ ചില ഓർമ്മകൾ വന്നു പോവാണ്. അതായത് ഒരു പെൺകുട്ടിയെ കെട്ടി വലിച്ചു കൊണ്ടുവന്ന കാര്യം. അപ്പൊ പെട്ടെന്ന് തന്നെ ഹീറോ റിയലൈസ് ചെയ്യാണ് ഇവരുടെ കൂട്ടത്തിൽ ആ ഒരു വൃത്തിയിട്ട ആള് അത് ഞാനായിരിക്കോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവന് വന്നു പോകുന്ന ആ ഒരു ഓർമ്മകളൊന്നും ആരോടും പറയുന്നില്ല കേട്ടോ. അതുപോലെ മൈക്കിള് അധികം വൈകാതെ തന്നെ മരിച്ചു പോകണം. കാരണം കഴുത്തിൽ നിന്നും അത്രയും രക്തം പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. നേരത്തെ ഒരു കാർ സ്റ്റാർട്ട് ആവുമല്ലോ, അതിൽ എണ്ണയുണ്ടല്ലോ, അതിന്റെ ചാവിയാണെങ്കിൽ ഷാരോന്റെ കയ്യിലുണ്ട്. അപ്പൊ ഷാരോൺ ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് വാ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഈ കാർ ഉപയോഗിച്ച് പരിശോധിക്കാൻ തുടങ്ങുകയാണ്. നോക്കുമ്പോൾ ഒരു വലിയ ബിൽഡിങ്ങിന് മുന്നിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഇവർ പോയത്. അവിടെ എത്തിയ സമയത്ത് ഷാരോൺ അവിടെ ഒരു കണ്ണാടി കാണുകയാണ്. അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായത് പേര് മറന്നുപോയ ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ മുഖം തന്നെ ഓർമ്മയുണ്ടാവുമോ. പെട്ടെന്ന് അതിലൂടെ ഒരു കുട്ടി ഓടി പോകുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ കുട്ടി പോയ ഭാഗത്തോട് പോയിട്ട് അവനങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റിന്റെ പിന്നിലായിട്ട് ആ കുട്ടി വല്ലാണ്ട് പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അവന് കൂടുതൽ ഭയപ്പെടുത്തണ്ട. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നേരിട്ട് കയറി ചെല്ലാതെ ഞങ്ങളെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന രീതിയിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ബാക്കിയുള്ളവർ അതായത് ലൂക്കാസ്, ചൈനക്കാരി, പിന്നെ നേതൻ ഇവർ മൂന്നുപേരും വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ലൂക്കാസിന് എന്തൊക്കെ ചില ഓർമ്മകൾ വന്നു പോവുകയാണ്. ആ ഒരു കാട്ടിലൂടെ അവൻ പോകുന്ന കാര്യം വല്ലാത്തൊരു തലവേദനയും. അവനത് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ നേതൻ പറയാണ് നീ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക, എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് കിടക്കെന്ന് പറയണം. ഇതിനുശേഷം ഷാരോണിനെയും ഹീറോയും കാണിക്കുകയാണ്. അപ്പൊ അവർ ചെറുക്കനെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ദൂരെ നിന്ന് ഞങ്ങളെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചെറുക്കൻ ഹീറോയുടെ പേര് അതെന്താണെന്ന് അവന് വരെ അറിയില്ല. അപ്പൊ ആ ഒരു പേര് വിളിച്ചിട്ട് നിന്നെ എനിക്ക് കാണണ്ടേ, ഇവിടുന്ന് പോടാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവന് നന്നായിട്ട് ആ ചെറുക്കനെ അറിയാം, അല്ലാതെ എങ്ങനെയാ പേര് പറയാ. സോ വേഗം തന്നെ ആ ഒരു വാതിൽ തുറക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അത് തുറക്കാൻ പറ്റുന്നില്ല. ചെറുക്കൻ ഉള്ളിൽ നിന്നും അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണെന്നറിയില്ല ഇവനാകെ വയലന്റ് ആവുകയാണ്. ഗണ്ണ് വെച്ച് ആ വാതിൽ ഷൂട്ട് ചെയ്തിട്ട് തുറക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ ഷാരോണ് പറയണം നീ എന്ത് ഈ കാണിച്ചു കൂട്ടുന്നത്, അതൊരു കുട്ടിയാണ്, അതിന്റെ മേത്താണോ നിന്റെ ഈ ഒരു വയലൻസ് കാണിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ ഹീറോ പറയുന്നുണ്ട് അതല്ല ഷാരോണ്, അവൻ എന്റെ പേരറിയാം, ഞാൻ ആരാണെന്ന് അപ്പൊ അവനെ അറിയായിരിക്കില്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം അവനോട് ചോദിക്കണം എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ലൂക്കാസിനെ കാണിക്കണം. എന്തൊക്കെയോ പഴയ ഓർമ്മകൾ വന്നിട്ട് വല്ലാണ്ട് തലവേദന എടുത്ത് അവൻ കിടക്കാൻ പോയായിരുന്നല്ലോ. ഇപ്പോഴും ആ ഒരു ക്ഷീണത്തിൽ അവൻ കിടക്കുകയാണ്. ഇപ്പോ നേതൻ അതുപോലെ തന്നെ ആ ഒരു ചൈനക്കാരി അവർ രണ്ടുപേരും ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ആ ചൈനക്കാരിനോട് നേതൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ ഭക്ഷണം കൊടുക്കാനായിട്ട് ആ ഒരു എന്താ പറയാ കണ്ണ് കാണാത്ത കുട്ടിയുടെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നില്ലേ, എനിക്ക് അവളൊന്ന് കാണാൻ കഴിയും, എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന പറഞ്ഞിട്ട് ചൈനക്കാരി ഇപ്പോൾ നമ്മുടെ നേതനെയും കൂട്ടി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ആ ഒരു മരത്തിന്റെ വീട് ആ ഒരു സമയത്ത് തുറന്നു കിടക്കുകയായിരുന്നു. ഇവര് തേടി വന്ന കണ്ണ് പൊട്ടി ആ ഒരു പെൺകുട്ടി ഇപ്പൊ നിലവിൽ അവിടെയില്ല. ഇപ്പൊ നേതൻ പറയണം നീ എന്തായാലും തിരിച്ചു പോയിക്കോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ചൈനക്കാരി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. നേതൻ ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ നോക്കി കാട്ടിലേക്ക് വീണ്ടും പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കണ്ണാടി അവന് കിട്ടുന്നുണ്ട്. അതെടുത്ത് അവൻ വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ ചെറിയ ചെറിയ വേറെയും വീടുകൾ കാണാണ്. അതായത് ചെറിയൊരു വില്ലേജ് പോലെ. പെട്ടെന്ന് നേതനും അവന്റെ ആ ഒരു പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നത് പോലെ തോന്നുകയാണ്. അതായത് ഈ സ്ഥലത്ത് അവൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ചൈനക്കാരി ആ വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ. ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ലൂക്കാസ് എഴുന്നേറ്റിട്ടുണ്ട്. തലവേദനയൊന്നുമില്ല, ഞാൻ ഓക്കെയാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാണ്. മാത്രമല്ല അവിടെ തന്നെ ഒരു ബേസ്മെന്റ് കാണുന്നുണ്ട്. നേരെ അതിന്റെ ഉള്ളിലേക്ക് അവൻ പോയപ്പോൾ അവിടെ ലോക്ക് ചെയ്തു വെച്ച ഒരു റൂം കാണാണ്. അത് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതൊരു ലാബ് പോലെ ലൂക്കാസിന് തോന്നുന്നുണ്ട്. കാരണം ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കത്തികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ അവിടെ ഉള്ളത്. അതിന് പുറമെ പുറത്തെടുത്ത മനുഷ്യന്റെ തലച്ചോറുണ്ടല്ലോ അതങ്ങനെ പരത്തി വെച്ചിരിക്കുകയാണ്. ഒരുമാതിരി ഈ പരിപ്പോടയില്ലേ അതൊക്കെ പോലെ. അതിന്റെ കൂടെ തന്നെ ഒരു ലാപ്ടോപ്പും ലൂക്കാസ് അവിടെ കാണുന്നുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ നേരത്തെ കണ്ണ് കാണാത്ത പെൺകുട്ടി ഉണ്ടായിരുന്ന മരത്തിന്റെ വീടില്ലേ അതുപോലെയുള്ള വീടുകളിൽ വെച്ച CCTVയുടെ വിഷ്വലാണ് ഈ ഒരു ലാപ്ടോപ്പിലുള്ളത്. അതിന് പുറമെ ഒരു വീഡിയോ ക്യാമറയും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിലെ വിഷ്വൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനായിട്ട് സ്വന്തം സെൽഫി ആയിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് അതിലുള്ളത്. അവൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്, വിജയകരമായിട്ട് തന്നെ പരീക്ഷണങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ആ പിടിച്ചുകൊണ്ടുവന്ന രണ്ടാൾക്കാരെ അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അവരിങ്ങനെ അലറി കരയുന്നുണ്ട്. അത് മറ്റാരുമല്ല ഈ വീഡിയോ കാണുന്ന ലൂക്കാസും അതുപോലെ തന്നെ ആ ഒരു ചൈനക്കാരിയാണ്. ഇത് കാണുന്ന സമയത്ത് ലൂക്കാസ് ഞെട്ടാതിരിക്കുകയോ തീർച്ചയായിട്ടും ഞെട്ടിത്തിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഷാരോണും നമ്മുടെ ഹീറോയും കൂടെ ആ ഒരു കാറുമായിട്ട് അങ്ങനെ പോവാണല്ലോ. പോകുന്ന വഴിയിൽ കാർ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഇടിക്കുന്നുണ്ട്. അപ്പൊ ഇനി അത് വെച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നത്. ഇതേ നേരം തന്നെ കാറിന്റെ പുറത്തേക്ക് ഇവർ ഇറങ്ങിയപ്പോൾ ഒരു 3-4 ആൾക്കാർ അവിടെ വെച്ച് വിറകെന്തോ അങ്ങനെ എന്തോ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ആൾക്കാരെ കണ്ട സമയത്തിന് ഷാരോണ് എന്തോ ഒരു പന്തികേട് തോന്നിയാട്ടോ. അവരുടെ അടുത്തേക്ക് പോണ്ടെന്നൊക്കെ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കാതെ ഹീറോ അവരെ വിളിക്കുകയാണ്. വിളി കേട്ടപാട് തന്നെ അതായത് ഇവരെ കണ്ടപാട് തന്നെ ആ ആൾക്കാർ വല്ലാണ്ട് വയലന്റ് ആയിട്ട് ഇവരുടെ കോടാലിയുമായിട്ട് ഇവരെ വെട്ടാൻ വരികയാണ്. ഓടി ചെന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുമോ? ഇല്ലല്ലോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. രണ്ടുപേരും പിന്നീട് അധികം നേരം അവിടെ നിന്നില്ല, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇവരുടെ പിന്നിൽ
പിന്നാലെ തന്നെ കോടാലിയുമായിട്ട് വെട്ടാൻ വേണ്ടി ആ ഒരു ടീമും വരുന്നുണ്ട്. എന്ന ഒരു ഘട്ടത്തിൽ ഇവരുടെ പിന്നാലെ വന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ എന്തോ ഒന്ന് കണ്ട് തിരിഞ്ഞ് ഭയന്ന് ഓടുകയാണ്. നോക്കുമ്പോൾ എന്താ, ഒരു വലിയ മരത്തിൽ ഇതുപോലെയുള്ള 2 ആൾക്കാരെ കൊന്ന് കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഭയന്നാണ് അവരവിടുന്ന് തിരിച്ചു പോയത്. എന്തായാലും ഇതിനുശേഷം കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുറച്ചു നേരം നിന്ന് അതിന്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീർത്ത് കാറുമായിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അതേ നേരം ഒരു ഗണ്ണുമായിട്ട് ലൂക്കാസ് പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ ഈ ചെയ്തു വെച്ച കാര്യങ്ങൾ മുഴുവൻ അത് ഹീറോ ആണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടല്ലോ. വന്ന വാർഡ് തന്നെ പറയുന്നുണ്ട്, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്കിട്ട് പണിയാൻ നോക്കുകയാണോ നീ, ഉണ്ടാക്കാൻ നോക്കുകയാണ് നീ. ഈ സമയത്ത് നമ്മുടെ ഹീറോ അവനൊരു ദുഷ്ടനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊന്നും ഇവന് ഓർമ്മയില്ലല്ലോ. അപ്പൊ ഒന്നും അറിയാത്തതുപോലെ ഹീറോ അവിടെ നിൽക്കുകയാണ്. നീ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹീറോയെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഷാരോണ് സംസാരിക്കുകയാണ്. കാരണം ഇവർ രണ്ടുപേരും കുറച്ചു നേരമായിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഷാരോണ് എന്തോ തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇവനെ നേരത്തെ അറിയാം, ഇവർ തമ്മിൽ എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു എന്ന്. സോ ഇപ്പൊ ഷാരോണ് ഈ ഒരു ലൂക്കാസിനോട് പറയാണ്, നീ എന്താ ആദ്യം സംഭവിച്ചെന്ന് പറ, ആദ്യം ആ ഒരു ഗണ്ണ് മാറ്റി പിടിക്കുക. വളരെ സോഫ്റ്റ് ആൻഡ് കൂൾ ആയിട്ടാണ് ഷാരോൺ ഈ ഒരു കാര്യം പറയുന്നത്. എന്നാൽ ലൂക്കാസ് പറയണം, നീ എന്തറിഞ്ഞിട്ടാ ഇവൻ ഈ സപ്പോർട്ട് ചെയ്യുന്നത്, വന്ന് ഈ വീഡിയോ കണ്ടു നോക്കുന്നു പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ട സമയത്ത് ഷാരോണും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കും ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ട്. അതായത് വല്ലപ്പോഴായിട്ട് വന്നു പോകുന്ന ആ ഒരു വിഷ്വല് ബ്രൂട്ടലായിട്ടുള്ള ചില കാര്യങ്ങളാണ്, ആരെയൊക്കെ ഒന്ന് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ എന്താ ഇവിടെ ചെയ്തത്, ആ ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ് ഇപ്പൊ ഹീറോ ഉള്ളത്. എന്നാൽ ലൂക്കാസ് ആണെങ്കിൽ ആ ഒരു ഗണ്ണ് മാറ്റുന്നുമില്ല. മര്യാദക്ക് സത്യം പറഞ്ഞോ, നീ ഞങ്ങൾ എന്തിനിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഞങ്ങളുടെ മേത്തേക്ക് നീ എന്താടാ ഈ ചെയ്യുന്നത് എന്ന ഹീറോയ്ക്ക് പറഞ്ഞല്ലോ. അവനൊന്നും മനസ്സിലാവുന്നില്ല. ദേഷ്യം വന്ന് ലൂക്കാസ് വന്ന് അവൻ അടിച്ചു വീഴ്ത്തുകയാണ്. ഷാരോൺ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഷാരോൺ ഇപ്പൊ വിശ്വസിക്കുന്നത് ലൂക്കാസിനെയാണ്. എന്തായാലും അടി കൊണ്ട് നിലത്ത് വീണ ഹീറോയെ കെട്ടി വലിച്ചുകൊണ്ട് ലൂക്കാസ് നേരെ പോകുന്നത് അവൻ അന്ന് കിട്ടിയ ആ ഒരു കുഴിയുണ്ടല്ലോ അങ്ങോട്ടേക്ക് തന്നെയാണ്. ഇവൻ ഇവരുടെ കൂട്ടത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ കാരണം ആപത്തുണ്ടായിക്കും എന്ന് കരുതിയിട്ടാണ് ലൂക്കാസ് ഇതുപോലെ കെട്ടിയിട്ട് അവൻ ഈ ഒരു കുഴിയിലേക്ക് കൊണ്ടുപോയിട്ടത്. എന്നാൽ കുഴിയിലേക്ക് വന്ന് വീണ സമയത്ത് ഹീറോ ഉണ്ടല്ലോ, അവൻ അവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കാണുന്നുണ്ട്. അവളുടെ പുറത്തായിട്ട് ഒരു ടാറ്റുവും കാണുന്നുണ്ട്. ഈ ടാറ്റു തന്നെയാണ് അവന്റെ മെമ്മറിയിൽ വന്നു പോകുന്ന ആ ഒരു വിഷ്വല് അവൻ കാണാറുള്ളത്. അവനൊരു പെൺകുട്ടിയുടെ ജഡം വലിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നില്ലേ, ആ ഡെഡ് ബോഡിയിൽ ഇതേ ടാറ്റു തന്നെ കണ്ടിട്ടുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. വളരെ എന്താ പറയാ, ഈ 10ാം ക്ലാസ് തോറ്റ ആളെ +2 ഫിസിക്സിന്റെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട അവസ്ഥയായിരിക്കും. ഇതെന്താ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാൻ 10ാം ക്ലാസ് പാസ്സായ സമയത്ത് ഈ സയൻസ് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ സയൻസ് ക്ലാസ് പോയിരുന്നു കേട്ടോ. പ്രധാനമായിട്ട് ഈ ഫിസിക്സിന്റെ ക്ലാസ് ആകുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് എന്തുകൂടെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു തോന്നലായിരുന്നു. അതെല്ലാം പോട്ടെ. ഇപ്പോ ആ വീട്ടില് ലൂക്കാസിന്റെ കൂടെ ആരൊക്കെ ഉണ്ട്, ഷാരോൺ ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ചൈനക്കാരുണ്ട്. എന്നാൽ വീട്ടിലേക്ക് വന്നതിന് ശേഷം ലൂക്കാസിന്റെ സ്വഭാവത്തിലേക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ വയലന്റ് ആവുകയാണ്. ഇത് കണ്ട സമയത്ത് ഷാരോൺ പറയുന്നുണ്ട്, നിനക്ക് എന്തോ ടയർഡ്നെസ് ഉണ്ട്, നീ ആദ്യം പോയിട്ട് വിശ്രമിക്കുക. എന്നാൽ ഇത് കേട്ട സമയത്തും ഒരു കാരണവുമില്ലാതെ ലൂക്കാസ് പോയിട്ട് ആ ഒരു ചൈനക്കാരെ ആക്രമിക്കുകയാണ്. പിന്നീട് ഷാരോൺ വേഗം തന്നെ ഗണ്ണെടുത്ത് അവന് നേരെ ചൂണ്ടുകയാണ് കേട്ടോ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കെന്ന് പറഞ്ഞിട്ട്. എന്ന് ഒരുമാതിരി ഒരു ഭ്രാന്ത് പിടിച്ച മൃഗത്തെ പോലെ എന്തൊക്കെയോ ഒച്ചയും വിളിയും ഉണ്ടാക്കിയിട്ട് ലൂക്കാസ് പുറത്തേക്ക് ഇറങ്ങി ആ കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. ആക്ച്വലി എന്ത് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ. ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. അവനിപ്പോ ആ ഒരു കുഴിയിലാണല്ലോ. അവന്റെ കൂടെ തന്നെ ആ കുഴിയിൽ ഒരുപാട് ശവങ്ങളുണ്ട്. അതിന്റെ ആ ഒരു നാറ്റം കാരണം അവനവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മൂക്കും പൊത്തി ശ്വാസവും വിടാൻ പറ്റാതെ വല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഒരു കയറ് വന്ന് വീഴാണ്. നോക്കുമ്പോൾ ആരാണ്, ആദ്യം ഇവനെ രക്ഷപ്പെടുത്തിയ ആ ഒരു ചൈനക്കാരി തന്നെ. വേഗം മുകളിലേക്ക് അവനെ കയറ്റുന്നുണ്ട്. അതായത് ഈ ചൈനക്കാരിക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാതെ തോന്നുന്നു. നമ്മുടെ ഹീറോ അവൻ നല്ലവനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുപോലെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക. പിന്നീട് എന്തൊക്കെയോ ഒരു കാര്യം മണ്ണിൽ എഴുതി കാണിച്ച് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി പോകുന്നുണ്ട്. ഇതിനുശേഷം ഷാരോണിനെ കാണിക്കുകയാണ്. അവൾ ആ ഒരു വീടിന്റെ ബേസ്മെന്റിലെ ആ റൂം കണ്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരുപാട് പുസ്തകങ്ങൾ സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധികം പേപ്പറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നീട് ഒരു പുസ്തകവും അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ തലച്ചോറ്, അതിന്റെ ചില ഫംഗ്ഷൻസ്, ഇതിനെക്കുറിച്ചാണ് വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇതേ നേരം തന്നെ ചൈനക്കാരി അതുപോലെ നമ്മുടെ ഹീറോ, ഇവർ രണ്ടുപേരും കൂടെ ഹീറോ കണ്ട ആ ഒരു കുട്ടിയുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കാരണം അവൻ നമ്മുടെ ഹീറോയുടെ പേര് വരെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ. സോ സംതിങ് എന്തോ ഒന്ന് അവൻ അറിയാം. അപ്പൊ അങ്ങോട്ടേക്ക് ഇവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ. പക്ഷെ അവിടെ ഒരു ഇരുമ്പിന്റെ കോഡുണ്ട്. ഈ കോഡിൽ നേരത്തെ ആരും ഒരാളെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിലെ വിഷ്വൽസ് ആണ് ലൂക്കാസ് അന്ന് ആ ഒരു വീഡിയോയിൽ നോക്കിയപ്പോൾ കണ്ടത് തന്നെ. അതുപോലെ ആ കോഡിന്റെ അടുത്തായിട്ട് ഒരു പെട്ടി കാണുന്നുണ്ട്. ഈ പെട്ടി കണ്ട പാടിന് വീണ്ടും പഴയ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പെട്ടി ഇവന്റെ കയ്യിൽ ആരും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 28ാം തീയതി ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ആരും ഒരാൾ ആ ഒരു പെട്ടി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ഓർത്തെടുക്കാനായിട്ട് ഹീറോ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും അവന്റെ മൈൻഡിലേക്ക് അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ മിന്നായം പോലെ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഒരു മാപ്പ് അത് കൊടുത്തിട്ട് അതിലൊരു ലൊക്കേഷനൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. സോ അതിൽ നോക്കി പോയാൽ മതിയെന്നും അതാണ് ലൊക്കേഷൻ എന്നും ആരൊക്കെയോ പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു മിന്നായം പോലെ ഓർമ്മയിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു പയ്യനെ കണ്ടുപിടിക്കണം. അവൻ വഴി എന്തെങ്കിലും കാര്യം അറിയാൻ പറ്റുമെന്ന് കരുതിയിട്ട് ഗണ്ണുമായിട്ട് ആ പഴയ ബിൽഡിങ്ങിലൂടെ അവൻ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് വിചിത്രമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇപ്പൊ ഹീറോ കാണുന്നുണ്ട്. അവളുടെ ആ ഒരു പെരുമാറ്റം തന്നെ അങ്ങനെയായിരുന്നു കേട്ടോ. അവളുടെ ആ ഒരു നിൽപ്പ് കണ്ടാൽ അറിയാൻ അടുത്ത നിമിഷം തന്നെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. അപ്പൊ ഹീറോ ആ ഒരു ഗണ്ണ് പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്നെയും ഒന്നും ചെയ്യരുത്. പക്ഷെ അവളെ ചാടി വീഴാൻ നോക്കുകയാണ്. ഹീറോ ഒന്നും നോക്കിയില്ല, അവളെ വെട്ടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നേരത്തെ പറഞ്ഞാലും മിസ്റ്റേക്ക് വന്നതാണ്. ആ ചൈനക്കാരി ഇങ്ങോട്ടേക്ക് ഹീറോയുടെ കൂടെ
വന്നിട്ടില്ല കേട്ടോ, വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി തോന്നുന്നു. എന്തായാലും ഈ പഴയ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും ഹീറോ തിരിച്ചിറങ്ങിയ സമയത്ത് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ ആക്സിഡന്റ് ആയി കിടക്കുന്ന മറ്റൊരു വാഹനം കാണുകയാണ്. സോ അതിന്റെ പുറത്തേക്ക് ഒരു പെട്ടിയും തെറിച്ച് വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. ഇതേ പെട്ടി തന്നെയാണ് അവന്റെ ഓർമ്മയിൽ വന്ന ആ ഒരു പെട്ടി. പിന്നീട് അത് തുറന്നു നോക്കുമ്പോൾ ഒരുപാടധികം രക്തത്തിന്റെ സാമ്പിളുകളാണ്. പെട്ടെന്ന് തന്നെ വീണ്ടും പഴയ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. മനുഷ്യരുടെ തല അത് മുറിച്ചെടുത്തുകൊണ്ട് അതിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയതും റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയതും ഈ ബ്ലഡിന്റെ സാമ്പിളുകൾ മുഴുവൻ എടുത്തതും അതെല്ലാം ഹീറോ തന്നെയാണ്. ഇതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് പാക്ക് ചെയ്തിട്ട് ഒരു ആർമിക്കാരനാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഈ ഒരു പെട്ടി ഏൽപ്പിച്ച് അവനൊരു മാപ്പ് കൊടുത്ത് നീ വേഗം അങ്ങോട്ടേക്ക് പൊയ്ക്കോ എന്ന് അവനോട് പറഞ്ഞത് നമ്മുടെ ഹീറോ ആണ്. എന്നാൽ അവന്റെ ആ ഒരു യാത്ര അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ആ ഒരു വാഹനം ഇവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നു, അതുപോലെ തന്നെ ആ ഒരു പെട്ടി അവിടെ താഴെ വീണ് കിടക്കുന്നു. അതിന്റെ പുറമെ ഹീറോ കൊടുത്ത ആ ഒരു മാപ്പും ഇവിടെ രക്തം പുരണ്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് പതിയെ പതിയെ പിന്നീട് ഓരോ കാര്യങ്ങളായിട്ട് ഓർമ്മ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. അത് കൊടുത്തിരിക്കുന്നത് ഒരു ഡോക്ടർ ജോൺ ആണ്. ആ ഡോക്ടർ ജോൺ അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണെന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി മുതൽ ഹീറോ എന്ന് നമ്മൾ പറയുന്നില്ല, ഡോക്ടർ ജോൺ അവന്റെ യഥാർത്ഥ പേര് തന്നെ പറയാൻ പോവാണ്. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ വേറൊരു ഫോട്ടോയും കൂടെ കിട്ടുന്നുണ്ട്. ആ ഫോട്ടോയിൽ രണ്ടുപേര് ഒരുമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മറ്റാരുമല്ല, ഈ ഡോക്ടർ ജോണും അതുപോലെ തന്നെ ഷാരോണും. അതിനർത്ഥം എന്താണ്? രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പിന്നീട് പഴയ ഓരോ കാര്യങ്ങളായിട്ട് പതിയെ പതിയെ വളരെ പതിയെ പതിയെ ഡോക്ടർ ജോണിന് ഓർമ്മ വരുന്നുണ്ട്. ഇതേ സമയത്ത് ഒരു കാറിൽ അങ്ങോട്ടേക്ക് ലൂക്കാസ് വരികയാണ് കേട്ടോ. മാത്രമല്ല അവന്റെ ആ ഒരു പെരുമാറ്റം, ബിഹേവിയർ എല്ലാം വളരെയധികം ഒരു അനിമൽ ടച്ച് ഉള്ളതായിരുന്നു, ഭയങ്കര വയലന്റ് ആയിട്ട്. സോ ഇതെന്തോ ഒരു രോഗമാണോ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതിനെതിരായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിരിക്കും ഡോക്ടർ ജോൺ ശ്രമിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ ജോൺ വിചാരിക്കുന്നത്. സോ അവിടെ ഉണ്ടായിരുന്ന എന്തൊരു മരുന്ന് കണ്ടപ്പോൾ ഇതായിരിക്കും അതിനുള്ള പ്രതിവിധി എന്ന് കണ്ടിട്ട് ലൂക്കാസിന്റെ അടുത്തേക്ക് ആ ഒരു മരുന്ന് എടുത്ത് ചെല്ലുന്നുണ്ട്. നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, ഈ മരുന്ന് കയറ്റിയാൽ ചിലപ്പോൾ അത് ഓക്കെ ആവുമായിരിക്കും. എന്നാൽ ലൂക്കാസ് ഒരു കാരണവശാലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്ന് തന്നെ പറയണം. ആരോട്? നമ്മുടെ ഡോക്ടർ ജോണിനോട്. കാരണം തുടക്കം മുതലേ അങ്ങനെയാണ്. ഡോക്ടർ ജോണിന് ലൂക്കാസിനെയും വിശ്വാസമില്ല, ലൂക്കാസിന് ഡോക്ടറിനെയും വിശ്വാസമില്ല. എന്നാൽ പരമാവധി ലൂക്കാസിനോട് നമ്മുടെ ഡോക്ടർ ജോൺ പറയുന്നുണ്ട്, പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് ഞാൻ. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ലൂക്കാസ് വന്നിട്ട് ഡോക്ടർ ജോണിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ജീവൻ നിലനിർത്തുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും കടമയാണല്ലോ, അതുകൊണ്ട് തിരിച്ചാക്രമിക്കുന്നുണ്ട്. ആ നേരം ലൂക്കാസിന് അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവന് വ്യക്തമായിട്ടുള്ള എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനെ ട്രീറ്റ് ചെയ്ത അവന്റെ ഡോക്ടറാണ് ഈ ഒരു ഡോക്ടർ ജോൺ. ആ ഒരു കാര്യം ഇപ്പോൾ ലൂക്കാസ് റിയലൈസ് ചെയ്യാണ് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ആ രോഗം മൂർച്ഛിച്ച് അവൻ മരിക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം ആ ഒരു സമയത്ത് ലൂക്കാസ് ഡോക്ടർ ജോണിനോട് നന്ദി പറയണം. ഇത്രയും കാലമെങ്കിലും ഞാൻ ജീവിച്ചിരുന്നത് നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടായതുകൊണ്ടാണ്, ചെയ്തതിനൊക്കെ സോറി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ മരിച്ചു വീഴാണ്. ഇതേ നേരം തന്നെ ഡോക്ടറുടെ മൈൻഡിലേക്ക് പല കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അതായത് ഓരോ ഓർമ്മകൾ. യഥാർത്ഥത്തിൽ ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ഇടയായിട്ട് ഭയങ്കര വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്ന് ആർക്കും അറിയില്ല. സോ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു, സയന്റിസ്റ്റുകളുടെ ഒരു ടീം. അതിന്റെ ഹെഡായിരുന്നു ഡോക്ടർ ജോൺ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഷാരോൺ. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വന്ന ആൾക്കാരാണ് നെയ്തനും അതുപോലെ തന്നെ മൈക്കിളും. അതായത് കാട്ടിലൂടെ ഇവർ നടക്കുന്ന സമയത്ത് വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച അത് ഇടയ്ക്കിടയ്ക്ക് കാണാറില്ലേ, വളരെ ശക്തമായ രീതിയിൽ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന പല മനുഷ്യരുടെയും മൃതദേഹങ്ങൾ. സത്യത്തിൽ അവരെ മനഃപൂർവ്വം ആരും കൊല്ലാൻ നോക്കിയതൊന്നുമല്ല, ബലമായിട്ട് അവരവിടെ പിടിച്ചു കെട്ടിയത് വേറെ ആരുമല്ല, ഡോക്ടർ ജോണും ഷാരോണും അതുപോലെ തന്നെ നെയ്തനും മിക്കലും കൂടിയിട്ടാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലെ ഒരുവിധ ആൾക്കാർക്ക് എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതുകൊണ്ടാണ് ഇവരിങ്ങനെ മൃഗങ്ങളെ പോലെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. സോ അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവരുടെ ഓരോരുത്തരുടെയും തലച്ചോറ് പുറത്തേക്കെടുത്ത് അതിൽ പരീക്ഷണങ്ങൾ നടത്തണം. ആ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ആ വീടിന്റെ താഴെയുള്ള ബേസ്മെന്റിൽ നടന്നത്. അതുപോലെ CCTV ഉപയോഗിച്ചുകൊണ്ട് പല ആൾക്കാരെയും ഇവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്ന് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഭ്രാന്ത് പിടിച്ച് ഈ നാട്ടിലൂടെ കറങ്ങി നടക്കുന്ന ചൈനക്കാരി അതുപോലെ തന്നെ ഈ ഒരു ലൂക്കാസ് ഇവരുടെ ദേഹത്ത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ പരീക്ഷിക്കാനും പറ്റി. സോ ആ ഒരു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. ആ മരുന്നിന്റെ സാമ്പിളാണ് പാക്ക് ചെയ്ത് ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് വേഗം ആർമിയുടെ അടുത്തേക്ക് എത്തിക്കാൻ പറഞ്ഞത്. അതുപോലെ ഈ ഒരു വൈറസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ആരുടെയെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അയാൾ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇയാൾ കടിക്കുന്ന ആൾക്കാർക്കും ഇതേ ഇൻഫെക്ഷൻ വരികയും ചെയ്യും. പക്ഷേ ഇവരുടെ ഈ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി പുറത്തേക്ക് ചാടി. നമ്മുടെ ഹീറോ അതായത് ഡോക്ടർ ജോൺ ഒഴികെ മൈക്കിളിനെയും അതുപോലെ തന്നെ നേതനെയും ഷാരോണിനെയും ഇവള് കടിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് വേഗം തന്നെ ഡോക്ടർ ജോൺ ഉണ്ടല്ലോ, ഇവര് കണ്ടുപിടിച്ച ആ ഒരു മരുന്ന് ഇവരുടെ 3 പേരുടെയും ദേഹത്ത് കുത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ പുറത്ത് ചാടിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി, അവളിങ്ങനെ അധിക നേരം ഇവിടെ നിന്നാൽ എല്ലാവർക്കും ആപത്തായിരിക്കും. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ കൊന്ന് അവിടുന്ന് കെട്ടി വലിച്ചുകൊണ്ട് ആ ഒരു കുഴിയിലിടാൻ നോക്കിയത് മറ്റാരുമല്ല, ഡോക്ടർ ജോൺ തന്നെയാണ്. എന്നാൽ ഈ സമയത്ത് ഇതുവരെയായിട്ടും കടി കിട്ടാത്ത ഡോക്ടർ ജോണിനും ഒരു കടി കിട്ടുകയാണ്. അതിന്റെ കൂടെ തന്നെ ആ ഒരു കുഴിയിലേക്ക് ഡോക്ടർ വീഴുന്നുണ്ട്. എന്നാൽ അല്പനേരം കൊണ്ട് തന്നെ ബോധം വന്ന ഡോക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് സ്വയം ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. ആ മരുന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബോധം നഷ്ടമാവും. കാരണം ആ മരുന്ന് ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രയും പവറിലാണ് അത് വർക്ക് ചെയ്യുക. കാരണം വൈറസിനെ മുഴുവനായിട്ടും അത് നശിപ്പിക്കും. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണ് തുറക്കുന്ന സമയത്ത് എല്ലാം
എല്ലാം ബ്ലാങ്ക് ആയിട്ടുണ്ടാവും, ഒരു കാര്യം ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണ് ഡോക്ടർ ജോൺ ഈ കുഴിയിലേക്ക് വന്ന് വീണതും എല്ലാ കാര്യങ്ങളും മറന്നുപോയതും. ആ ഇഞ്ചക്ഷൻ കൊടുത്തത് കൊണ്ട് തന്നെ ലൂക്കാസിനും ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഡോക്ടർ ജോണ് ഇപ്പൊ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ആ ഒരു വീട്ടിലേക്ക് ഇപ്പൊ നമ്മുടെ ഒരു നേതനും അതുപോലെ തന്നെ ഷാരോണും വന്നിട്ടുണ്ട്. കുറച്ച് സമയം ആയതുകൊണ്ട് തന്നെ അവർക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട്. ഇതിന് പുറമെ വീടിന്റെ പുറത്തായിട്ട് ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഇവർ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഓർമ്മ വന്നതുപോലെ ഇനിയിപ്പോ ഡോക്ടർ ജോണിന് ഓർമ്മ വന്നിട്ടുണ്ടാവോ എന്ന് ഇവർക്ക് അറിയില്ലല്ലോ. സോ ജോണിന് വേണ്ടിയിട്ട് ഇവരൊരു കത്ത് എഴുതുന്നുണ്ട്. എന്നാൽ ഓൾറെഡി ജോണിനെ നോക്കുകയാണെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് ആ വീടിന്റെ ഭാഗത്തേക്ക് ഇവർ ഓടി വരികയാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇന്നാണ് ആ ദിവസം 28-ാം തീയതി. 28-ാം തീയതി എന്താന്ന് വെച്ചാൽ ഇത് മിലിറ്ററി കൊടുക്കുന്ന അവസാനത്തെ ദിവസമാണ്. ഈ ദിവസത്തോട് കൂടിയിട്ട് ഇവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ നോർമൽ ആയിട്ടില്ലെങ്കിൽ ഒരു ടീമുമായി വന്ന് ഹെലികോപ്റ്ററിൽ ഈ ആൾക്കാരെ മുഴുവനായിട്ടും ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. സോ ഇന്ന് ഇവരെല്ലാവരും കൊന്നുകളയാനായിട്ട് ഒരു മിലിറ്ററി ടീം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ അവര് വരുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം ഉണ്ടല്ലോ, അത് ഇവര് രണ്ടു കൂട്ടരും കേൾക്കാണ്. അതായത് ഡോക്ടർ ജോണും അതുപോലെ വീട്ടിലിപ്പോ സേഫ് ആയിട്ടിരിക്കുന്ന നെയ്തനും അതുപോലെ തന്നെ ഷാരോണും. ഷാരോണിന്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട് കേട്ടോ. അതായത് എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഓർമ്മ വന്നല്ലോ. എന്നാൽ ഡോക്ടർ ജോണി, അതായത് ഇവരുടെ ടീം ലീഡർ അതുപോലെ തന്നെ ഷാരോണിന്റെ പാർട്ട്ണർ, ഇവന് കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടില്ലെങ്കിലോ, അവൻ എങ്ങാനും ഇനി ഇവരെ കാണുകയാണെങ്കിൽ ആ സമയത്ത് ഇവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ രഹസ്യം അവൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് അത് നേരത്തെ എഴുതി ഷാരോൺ കീശയിൽ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനുശേഷം ഈ വന്ന പട്ടാളക്കാരുണ്ടല്ലോ, ഇവർക്ക് ഇവിടെ ഉള്ളത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണോ ഇവിടെ വന്ന സയന്റിസ്റ്റുകളാണോ എന്നൊന്നും അറിയില്ല. കണ്ണിൽ കാണുന്ന എല്ലാവരും വെട്ടിവെച്ചു കൊല്ലും. പക്ഷേ ഈ മരുന്നുമായിട്ട് പുറത്തേക്ക് പോയ നേതൻ പരമാവധി ഈ പട്ടാളക്കാരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ഡോക്ടേഴ്സാണ്, റിസർച്ചിന് വന്നതാണ്. എന്നാൽ പാവൻ നേതൻ പറയുന്നതൊന്നും അവർ കേട്ടില്ല കേട്ടോ. നേതന്റെ ദേഹത്തേക്ക് ബുള്ളറ്റുകൾ തുളച്ചു കയറുകയാണ്. അവിടെ വെച്ച് തന്നെ അവൻ മരണപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടർ ജോൺ എത്താണ്. അവിടെ വെച്ച് ഷാരോണിനെ കാണുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഷാരോണിന് ഒരു കാര്യം മനസ്സിലായി, ഡോക്ടർ ജോണിനും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇവർ ആരും അല്ലാത്ത ആ ഒരു ചൈനക്കാരി ഉണ്ടല്ലോ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്നാൽ ആ ഒരു മരുന്ന് കാരണം രക്ഷപ്പെട്ടു നിൽക്കുന്ന ചൈനക്കാരി, അവൾ ഈ പട്ടാളക്കാരൊക്കെ വരുന്നത് കണ്ടപ്പോൾ തന്നെ നേരത്തെ തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ നേരം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇപ്പൊ ഷാരോണും അതുപോലെ ഡോക്ടറും രണ്ടുപേരും ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവരുടെ പിന്നാലെ വന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഷാരോണിനെ ആക്രമിക്കുകയാണ്. നിവർത്തിയില്ലാതെ അയാളെ കൊന്നുകളഞ്ഞ് ഇവർ മുന്നോട്ടേക്ക് പോവാണ്. ഷാരോണിന് ഇതുപോലെ വയ്യാതായതുകൊണ്ട് തന്നെ വേഗത്തിൽ പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പട്ടാളക്കാരുടെ കയ്യിൽ നിന്നും കൂടെ രക്ഷപ്പെടാനായിട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കുഴിയിലേക്ക് ഇവർ രണ്ടുപേരും ഇറങ്ങുകയാണ്. കാരണം ഇവിടെ നിറയെ ശവങ്ങളാണല്ലോ. ഇങ്ങോട്ടേക്ക് എന്തായാലും പട്ടാളക്കാർ വരാൻ പോകുന്നില്ല. തൽക്കാലം സേഫ് ആയിട്ട് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ആ വണ്ടി മറിഞ്ഞ ഭാഗത്ത് വെച്ച് ഒരുപാട് സാമ്പിളുകൾ അവന്റെ കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നും രണ്ടുപേരും ദേഹത്തിലേക്ക് കുത്തിവെക്കുകയാണ്. ഇനി എങ്ങാനും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അല്പനേരത്തേക്ക് മരിച്ചതുപോലെ കിടക്കും. സോ അവർ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ നേരത്ത് ഒരുപാട് ആൾക്കാർ മുകളിൽ പട്ടാളക്കാർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അവരുടെ ഡെഡ് ബോഡി ഈ ഒരു കുഴിയിലേക്ക് കൊണ്ടുവന്നിടുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് കുഴിയിൽ ശവങ്ങൾ വന്നത്, അതുപോലെ തന്നെ മരത്തിൽ എങ്ങനെയാണ് ആൾക്കാരെ കെട്ടിയിട്ടത്, അവർ പിന്നീട് മരിച്ചു പോയതെന്ന്. അതായത് കുഴിയിലേക്ക് ആൾക്കാരെ കൊന്നിടുന്നത് പട്ടാളക്കാരും അതുപോലെ മരത്തിൽ ആൾക്കാരെ കെട്ടിയിട്ട് അവരുടെ തലച്ചോറ് പുറത്തേക്ക് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഡോക്ടേഴ്സും ആയിരുന്നു. അത് പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ കുറച്ചു നേരം മുന്നേ നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, ഈ ഷാരോന്റെ ദേഹത്തേക്ക് ആ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുന്നേ അവൾ ഒരു കാര്യം ചെയ്തായിരുന്നു. അവൾ എഴുതിയ ആ ഒരു കത്തുണ്ടല്ലോ, അത് കീശയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. കാരണം ഈ ഇഞ്ചക്ഷൻ വെച്ച് ബോധം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും യാതൊരു കാര്യം ഓർമ്മയുണ്ടാവില്ല. എന്തായാലും ഇതുപോലെ തന്നെ അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ബോധം വരുന്നുണ്ട്. എന്നാൽ ഏതാണ് ഈ സ്ഥലം, എന്താ ഇവിടെ സംഭവിക്കുന്നത്, യാതൊരു ഓർമ്മയില്ല. കാരണം ആ ഒരു മരുന്ന് അതുള്ളിൽ കയറി കഴിഞ്ഞല്ലോ. തൊട്ടടുത്ത് കിടക്കുന്ന ഷാരോൺ, അവൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവൾ ആരാണെന്ന് പോലും ഓർത്തെടുക്കാൻ ഡോക്ടറിന് കഴിയുന്നില്ല. എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇപ്പോൾ. അതേ നേരം തന്നെ മുകളിൽ നിന്നും ഒരു കയറ് താഴേക്ക് വരുന്നുണ്ട്. മറ്റാരുമല്ല, ആ ചൈനക്കാരി തന്നെയാണ്. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർത്തിരിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ കാണുന്ന ആളുമാണ് ഈ ചൈനക്കാരി. അതുകൊണ്ടാണ് പല തവണയായിട്ട് വന്നിട്ട് ഈ ഡോക്ടറെ രക്ഷപ്പെടുത്താനായിട്ട് അവൾ നോക്കിയതും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയിട്ട് കണ്ണ് കാണാത്തൊരു പെൺകുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തെന്ന് പറയുന്നില്ലേ, മേ ബി അതൊക്കെ അവൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കണം. എന്തായാലും ഡോക്ടറിനെ ഇപ്പോൾ ആ ഒരു കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഡോക്ടർക്ക് യാതൊരു കാര്യം ഓർമ്മയില്ല. അതുപോലെ ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നുള്ള കാര്യം ഷാരോണ് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് വേണ്ടി എഴുതി വെച്ച ഒരു കത്തുണ്ടല്ലോ, അതിപ്പോ ഡോക്ടറുടെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ആ ഒരു കുഴിമാടല്ല, ആ ഒരു ശവങ്ങൾ നിറഞ്ഞ ആ ഒരു കുഴിയുണ്ടല്ലോ, അതിൽ തന്നെ ആ ഒരു കത്ത് കിടക്കുന്നുണ്ട്, ചോര പുരണ്ടുകൊണ്ട്. പിന്നീട് ആ ഒരു കുഴിയും വിട്ട് ഈ ചൈനക്കാരിയും അതുപോലെ നമ്മുടെ ഡോക്ടറും പോകുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ആ കത്തിൽ ഷാരോൺ എഴുതിയത് എന്ന് നമുക്ക് ഒരു ശബ്ദത്തിലൂടെ കേൾപ്പിച്ചു തരുന്നുണ്ട്. ജോൺ, നമ്മൾ സക്സസ് ആയിട്ട് തന്നെ നമ്മളുടെ കണ്ടുപിടുത്തം അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് ആ വൈറസ്, അതിന് പ്രതിവിധി പൂർണ്ണമായിട്ടും നമ്മളെല്ലാവരും കൂടെ വിജയകരമായിട്ട് തന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ സക്സസ്, നമ്മുടെ വിജയം, അതിന്റെ തെളിവാണ് നമ്മുടെ കൂടെയുള്ള ഈ ചൈനക്കാരിയായിട്ടുള്ള പെണ്ണുണ്ടല്ലോ, അവള് തന്നെ. സോ ഇവളെ വെച്ച് ഈ ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ ചെയ്ത പരീക്ഷണം അത് സക്സസ് ആയിരുന്നു എന്ന്, ഈ ആളുകളെ മുഴുവനായിട്ടും രക്ഷപ്പെടുത്താൻ പറ്റുമെന്നും. എന്തായാലും കുറച്ചു നാളുകൾ കഴിയുമ്പോൾ ഡോക്ടർ ജോണിന് അദ്ദേഹത്തിന്റെ ഓർമ്മ അത് തിരിച്ചു കിട്ടാതിരിക്കില്ല. നടന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ വേറൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരീക്ഷണം ഇവിടെ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു എന്നുള്ള കാര്യം പട്ടാളക്കാർ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവരിപ്പോ പോയി നിൽക്കുന്ന ആ ഒരു കുഴി, അതിലേക്കൊന്ന് നോക്കി, അതൊരു കുഴിയല്ല, അത് വലിയൊരു ഏരിയ തന്നെയാണ്. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഇൻഫെക്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാർ കൊന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കണ്ടുപിടുത്തം അവരറിഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരുടെ
ജീവൻ പോവില്ലായിരുന്നു. പിന്നെ കഥയുടെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഡോക്ടറിനെ നോക്കി അദ്ദേഹത്തിന്റെ പേര് വിളിച്ച് എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന് ഒരു കുട്ടി പറഞ്ഞായിരുന്നല്ലോ. ആ കുട്ടി അങ്ങനെ പറയാനുള്ളതിന് കാരണം അവന്റെ അമ്മ ഇതേ രീതിയിൽ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇൻഫെക്ഷന് ശേഷം ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ആ അമ്മയെ ഇവർ കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ ഒരു കുട്ടി ഇതുപോലെ ഡോക്ടറിനെ തള്ളി പറഞ്ഞത്. എന്തായാലും ലോകം മുഴുവൻ പടരാൻ നിൽക്കുന്ന ഈ ഒരു വിപത്ത് അതിനെന്തായാലും നമ്മുടെ ഡോക്ടർ തടുത്തിട്ടുണ്ട്. ആ തടുത്ത കാര്യം ഇനി ബാക്കിയുള്ളവർ അറിയണം. അധികം വൈകാതെ നമ്മുടെ ഈ ചൈനക്കാരി ഉണ്ടല്ലോ, അവളിലൂടെ തന്നെ എല്ലാവരും ഈ ഒരു കാര്യം അറിയുക തന്നെ ചെയ്യും. സോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.